ഹായ് എവറിബഡി. ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്, SLC-ക്കാർക്കുള്ള വീഡിയോ ആണ്. ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് ബർമ ഫ്രോസ്റ്റ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടത് ഇക്വറ്റോറിയൽ റീജിയനാണ്. അതിൻ്റെ ചലഞ്ചസ് ആണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് ചലഞ്ച് ക്ലൈമറ്റ് തന്നെയാണ്. ഇവിടുത്തെ ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ റാപ്പിഡ് ആയിട്ടുള്ള രീതിയിൽ പ്ലാന്റ് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡിസീസസ് ഇവിടെ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു ക്ലൈമറ്റാണ്. കാരണം ഐഡിയൽ എൻവയോൺമെൻ്റ് ആണ് ഗ്രോത്ത് ഓഫ് ജേംസിന്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ചലഞ്ചായിട്ടുള്ള രീതിയിൽ ക്ലൈമറ്റ് കാരണം കൊണ്ട് വരുന്ന ഒരു ചലഞ്ചാണ്. നെക്സ്റ്റ് ഹാംഫുൾ കണ്ടീഷൻസ് ഫോർ ഹ്യൂമൻസ് ആൻഡ് ക്രോപ്സ് ആണ്. അതാണ് ക്ലൈമറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഹ്യൂമൻ ലൈഫിൽ ഇക്വറ്റോറിയൽ റീജിയനിൽ ഒരുപാട് ചലഞ്ചസ് വരുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് ഒന്നും അധികമായിട്ട് ഇവിടെ ഡെവലപ്പ് ആയിട്ടില്ല. കാരണം ഇവിടെ ഡെൻസ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ സൗകര്യങ്ങളൊക്കെ വളരെ ചുരുക്കമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം വരുന്നത്. ദ സെൻസ് ഓഫ് വൈൽഡ് അനിമൽസ്, ഇൻസെക്ട് ബോൺ ഡിസീസസ്, പോയിസണസ് ക്രീച്ചേഴ്സ്. അതായത് ഇവിടെ വൈൽഡ് അനിമൽസ് ഒരുപാട് അധികം ഉണ്ട്, ഒരുപാട് ഡെൻസ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസെക്ട് ബോൺ ആയിട്ടുള്ള പല അസുഖങ്ങളും പടർന്ന് പിടിക്കുന്നുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ജീവികൾ, പോയിസണസ് ആയിട്ടുള്ള ജീവികൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ ലൈഫിന് വേറൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ലംബറിങ് ഇവിടെ പറ്റില്ല. ഇത്രയും അധികം മരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ലംബറിങ് എന്ന സംഭവം ഇവിടെ സാധ്യമല്ല. കമേഴ്ഷ്യലായിട്ട് ലംബറിങ് എന്ന സംഭവം സാധ്യമില്ല. കാരണം ഒരുപാട് ഡെൻസിറ്റി ഓഫ് ഫോറസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹാർഡ് വുഡാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ഈ ഹാർഡ് വുഡ് നമ്മുടെ റിവേഴ്സിലൂടെ ആണ് ട്രാൻസ്പോർട്ടേഷൻ അവിടെ മെയിനായിട്ടുള്ളത്. ഈ ട്രാൻസ്പോർട്ടേഷൻ ഹാർഡ് വുഡ് നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ ഈ റിവേഴ്സിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കില്ല. അത് ഫ്ലോട്ട് ചെയ്യില്ല, മരങ്ങൾ സിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ. പിന്നെ റോഡോ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ നന്നായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കമേഴ്ഷ്യൽ ലംബറിങ് അവിടെ സാധ്യമല്ല. അടുത്തത് ഒരു ലൈഫ് സ്റ്റോക്ക് റിയറിങ് എന്ന് പറയുന്ന സംഭവം, ആനിമൽ ഹസ്ബൻഡറി എന്ന സംഭവം അവിടെ സാധ്യമല്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്രേസിങ് ലാൻഡ് ഇല്ല, അതായത് പുൽമേടുകളില്ല. അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റോക്കിന് അവിടെ ജീവിക്കാൻ സാധ്യമല്ല. രണ്ടാമതായിട്ട് ലൈഫ് സ്റ്റോക്കിന് ഒരുപാട് ഇൻസെക്റ്റുകൾ അറ്റാക്ക് ഒക്കെ ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് അവരുടെ ഹെൽത്തിനൊക്കെ അത് ഹസാർഡസ് ആണ്. അങ്ങനെ ലൈഫ് സ്റ്റോക്ക് റിയറിങ്ങും അവിടെ സാധ്യമല്ല. ഓക്കെ. പിന്നെ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഫയേഴ്സാണ്. ഇതൊക്കെ ഒരുപാട് ഹെഡ്ലൈൻസ് പിടിച്ചു പറ്റുന്ന ഒരു ഇൻസിഡൻസ് ആണ്. ഡിസിസീവ് ആയിട്ടുള്ള ഫോറസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ക്ലൈമറ്റിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഫോറസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഫോറസ്റ്റുകൾ ഇല്ലാതാവുമ്പോൾ, അതായത് ഈ റീജിയനാണ് ഒരുപാട് ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഫയേഴ്സ് പൊട്ടിപ്പുറപ്പെട്ട്, അത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഫോറസ്റ്റുകളെല്ലാം ഡിവാസ്റ്റേറ്റ് ആവുന്നത്, നശിച്ചു പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ഇങ്ങനെ ഫോറസ്റ്റ് ഫയേഴ്സ് പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫയേഴ്സ് എക്കോസിസ്റ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്യും. തനതായിട്ടുള്ള എക്കോസിസ്റ്റങ്ങൾ അവിടെ നിലവിലുണ്ട്. അപ്പോൾ അതെല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെടും, നശിക്കപ്പെടും. അതുപോലെ തന്നെ ഈ ഫയേഴ്സ് ഒരുപാട് വലിയ രീതിയിൽ കാർബൺ എയറിൽ മിക്സ് ആവും ഈ ഫയേഴ്സ് കാരണം കൊണ്ട്. അത് ഇപ്പോഴുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസിനെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ആ പോയിൻറ്റിൻ്റെ അർത്ഥം. സോയിൽ ഇറോഷൻ സംഭവിക്കും. മരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ സോയിൽ ഇറോഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ബയോഡൈവേഴ്സിറ്റി, അവിടെ തനതായിട്ടുള്ള ജൈവ വൈവിധ്യങ്ങൾ ഇല്ലാതാവും. അതുപോലെ തന്നെ ഈ മരങ്ങളുടെ ഇടയിലാണ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, നാടൻ കമ്മ്യൂണിറ്റീസ് അവിടെ താമസിക്കുന്നത്. ട്രൈബ്സ് എല്ലാം താമസിക്കുന്നത് ഈ മരങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ മരങ്ങളാണ് അവരുടെ ജീവിതം ഫുള്ളും. അത് ഇല്ലാതായി കഴിഞ്ഞാൽ അവർ ഒരു ദിക്കിൽ നിന്ന് വേറൊരു ദിക്കിലേക്ക് ഡിസ്പ്ലേസ് ആവുമെന്നാണ് ആ ഒരു പോയിൻറ്റിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഇക്വറ്റോറിയൽ റീജിയനിലുള്ള ഈ മരങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് എന്താണ്? വേൾഡിൻ്റെ ക്ലൈമറ്റിനെ സസ്റ്റൈനബിൾ ആയിട്ട് നിലനിർത്തുന്നത് ഈ ഫോറസ്റ്റുകളാണ്. ലോകത്തിൽ തന്നെ കാലാവസ്ഥയെ നല്ല രീതിയിൽ നിലനിർത്തി പോകുന്നത് കാരണമാവുന്ന കാടുകളാണ്, മഴക്കാടുകളാണ് ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ്. ഓക്കെ. അപ്പോൾ ലോകത്തിൽ കാണപ്പെടുന്ന 1/3 ഭാഗം കാടുകൾ ഈ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റുകളാണ്. അത് ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഒരുപാട് ത്രെറ്റുകൾ ഡിഫോറസ്റ്റേഷൻ കാരണം കൊണ്ടും മരങ്ങൾ വെട്ടി നിരത്തൽ കാരണം കൊണ്ടും സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഈ കാട്ടുതീ എന്ന രീതിയിലും ഇവിടെ ഒരുപാട് ത്രെറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ റെയിൻ ഫോറസ്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. മഴക്കാടുകളെല്ലാം നശിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡിൻ്റെ ക്ലൈമറ്റിൽ വലിയൊരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സംരക്ഷിക്കണം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.